നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ഒരു പ്രേത അനുഭവ കഥയാണ്. കാരണം എൻ്റെ ചാനൽ കൂടി ഞാൻ ഈ പ്രേത അനുഭവ കഥകൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇത് ഒരുപാട് പേർക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഒരുപാട് പേര് കഥകൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പറയണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് എനിക്ക് വിളിക്കുകയും വാട്സപ്പ് വഴിയും കമൻറ്റ് വഴിയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ പ്രേതം വന്ന് ഈ ബുദ്ധിമുട്ട് അനുഭവിച്ചവരാരും അവരുടെ പേരോ മറ്റൊരു വിധത്തിലുള്ള വിവരങ്ങളോ പുറത്തുവിടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. കാര്യം അത് അവർക്ക് നാണക്കേടാണ്. കാര്യം പേര് പറഞ്ഞില്ലെങ്കിലും ഈ ചില സംഭവങ്ങൾ പറയുമ്പോൾ നാട്ടുകാർക്ക് മനസ്സിലാകും. കാര്യം എല്ലാവരും അറിഞ്ഞൊരു കാര്യമാണ്. അത് പിന്നെ വീണ്ടും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനത് അധികമായും പറയാത്തത്. എങ്കിലും ചില കാര്യങ്ങൾ കുറച്ച് ഐഡൻറ്റിറ്റിയൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ഞാനത് അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം. അപ്പം നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. പ്രേതകഥ തന്നെയാണ്. ഒരു അതികഠിനമായ രക്തരക്ഷസിനേക്കാളും വലിയ രീതിയിൽ മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഒരു ബാധാദോഷം ഒഴിപ്പിച്ച സംഭവ കഥയാണ് പറയുന്നത്. എല്ലാവർക്കും ഈ പ്രേതത്തിനെ കുറിച്ച് കേൾക്കാൻ വളരെ ഇഷ്ടമാണ്. പക്ഷെ അത് ഒഴിപ്പിക്കാൻ പോകുന്ന ഞങ്ങളെപ്പോലുള്ള അവസ്ഥ, ഈ പണ്ടുള്ള ആൾക്കാർ ജീവന് കൈപിടിച്ചുകൊണ്ടുള്ളൊരു തൊഴിലാണത്. വളരെയേറെ നമുക്ക് സൂക്ഷിക്കേണ്ടതൊക്കെയാണ്. അങ്ങനെ ഒരു അപകടം പറ്റാൻ സാധ്യത ഉണ്ടായിരുന്നു. ചെറിയ രീതിയിലൊക്കെ പറ്റി, പക്ഷേ ഈശ്വരാധീനം കൊണ്ട് രക്ഷപ്പെട്ട ഒരു സംഭവം കൂടിയാണത്. എൻ്റെ അടുത്തൊരു വീട്ടുകാർ വരികയാണ്. അവരുടെ മകൻ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. 1-2 ആഴ്ചക്കകത്തേ ആയിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. പക്ഷെ അന്ന് വരെയും ഇത്രയും ദിവസം വരെ കല്യാണം കഴിച്ച അന്ന് വീട്ടിൽ വന്ന് ആ സമയത്തിന് തുടങ്ങിയ പെൺകുട്ടിയിലുണ്ടായൊരു ഭാവമാറ്റം അത് ക്രൂരമാണ്, കഠിനമാണ്. പെൺകുട്ടിയും വീട്ടുകാരും ഉണ്ട്, ഈ പയ്യൻ്റെ വീട്ടുകാരുമുണ്ട്. പക്ഷേ ഇത്രയും പെൺകുട്ടിയെ ഇത്രയേറെ ക്രൂരമായ നടപടികൾ കാണിച്ചിട്ട് പോലും അവർ ആ പെൺകുട്ടിയെ തിരിച്ചയച്ചില്ല. കാരണം പെൺകുട്ടിക്ക് 35 വയസ്സ് കഴിഞ്ഞു, പയ്യന് 42 വയസ്സെന്തോ പ്രായമുണ്ട്. രണ്ടുപേരും വിവാഹം കഴിക്കാതിരിക്കുകയായിരുന്നു. അങ്ങനെ ഒന്നിച്ചു വന്ന ജാതക പൊരുത്തമൊന്നും ഇല്ല. അങ്ങനെ എത്രയോ നൂറുകണക്കിന് ആയിരക്കണക്കിന് ജാതകങ്ങൾ നോക്കിയിട്ടാണ് ഇത് ചേർന്ന് വന്നത്. അതുകൊണ്ട് മാത്രം അവരിത് വിട്ടുകളയാൻ തയ്യാറായില്ല. എങ്ങനെയെങ്കിലും ഇത് നന്നാക്കി എടുക്കാനുള്ള തീരുമാനമാണ്. അപ്പോൾ പെൺകുട്ടിക്ക് കല്യാണം കഴിഞ്ഞ് വന്നതിൻ്റെ അന്ന് വൈകിട്ട് ഈ പാർട്ടിയെല്ലാം കഴിഞ്ഞിട്ട് ഈ ആൾക്കാരൊക്കെ പിരിഞ്ഞ സമയത്തിന് തന്നെ പെൺകുട്ടി അലർച്ചയും വിളിയും ഒക്കെ ആയിട്ട് ഭയങ്കര ബഹളമായിരുന്നു വീട്ടിനകത്ത്. അങ്ങനെ എല്ലാവരും കൂടെ ഒന്ന് നോക്കുമ്പോൾ പെൺകുട്ടി ഒരു ബാധ കയറിയതുപോലെ ഇവളിങ്ങനെ അട്ടഹസിക്കുന്നു, ചിരിക്കുന്നു. പക്ഷേ പെട്ടെന്നൊരു നിമിഷത്തിൽ ഇവൾ നേരെ അടുക്കളയിലേക്ക് പോയി അവിടെ ഉള്ള മോശം ഉണ്ടായിരുന്ന കുടുവാളിരുന്ന് ഇത് എടുത്തുകൊണ്ട് വന്ന് എല്ലാവരും വെട്ടുകയാണ്. അവൾ അത്ഭുതപ്പെട്ടു, പേടിച്ചു അലറി ഓടിയവരുണ്ട്. ഇതിൽ ഭർത്താവിൻ്റെ സ്ഥാനത്ത് നിന്നയാൾക്കും അയാളുടെ അനിയനും ചെറിയ മുറിവുകളൊക്കെ പറ്റി, ചെറിയ രീതിയിലൊക്കെ അവർ ഒടിച്ചിട്ടൊക്കെ പെൺകുട്ടിയെ പിടിച്ചു. അപ്പോഴത്തേക്ക് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നു. അപ്പോൾ അന്നു വരെയും ഈ പെൺകുട്ടിക്ക് ഇതുപോലുള്ള യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഒന്ന് പേടിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഒരു നൂല് ജപിച്ച് കെട്ടുകയോ ഭസ്മം ജപിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്ത് അവർ സത്യസന്ധമായി പറഞ്ഞു ഇന്നു വരെയും ഇങ്ങനൊരു വിഷയമില്ല. അപ്പം അവർക്ക് തോന്നിയത്, ഈ ചെറുക്കൻ്റെ വീട്ടുകാർക്കും തോന്നി, ഇനി ഇവിടെ പെൺകുട്ടി വന്ന് കയറിയതിന് ശേഷം ഇനി എന്തെങ്കിലും ഇവിടെ ബാധാദോഷങ്ങൾ വല്ലതും ഉണ്ടോ. ഇവരുടെ ബന്ധുക്കളൊക്കെ അടുത്തുണ്ട്. ഈ ബന്ധുക്കളിൽ കുറേ ആൾക്കാർക്ക് ഈ അപമൃത്യു സംഭവിച്ചിട്ടുണ്ട്, ആത്മഹത്യ ചെയ്തൊക്കെ ഉണ്ട്. അതൊക്കെ ആ ഭാഗത്ത് തന്നെയാണ് അടക്കിയിരിക്കുന്നത്. ഇനി അതിൻ്റെ എന്തെങ്കിലും ആയിരിക്കുമോ, അങ്ങനെയൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് ഇവർ ഈ പെൺകുട്ടിയെ തീർത്തും ഉപേക്ഷിച്ച് കളയാൻ തയ്യാറായില്ല. അപ്പോൾ എൻ്റെ അടുത്ത് വരുമ്പോൾ 16-17 ദിവസമായെന്ന് തോന്നുന്നു, 2 ആഴ്ച കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട്. അന്നുവരെയും ഈ ഭാര്യയും ഭർത്താവും ഒരു മുറിയിൽ ഉറങ്ങുകയോ ഒന്നും, ഉറങ്ങാൻ പോയിട്ട് അവർക്ക് നേരെ ആഹാരം കഴിക്കാൻ മനസ്സമാധാനമില്ല. ഈ പെൺകുട്ടി മിണ്ടാതിരിക്കും. പക്ഷേ ഇത് വരാത്ത സമയത്തിനും പിന്നീട് പെൺകുട്ടി മൂകമായിട്ടാണ് ഇരിക്കുന്നത്, ആരോടും സംസാരിക്കില്ല. എന്തെങ്കിലും അമിതമായി സംസാരിച്ചാൽ അവർ പല വിധത്തിൽ ഉപദ്രവിക്കും, കഴുത്തിന് പിടിക്കും. ഈ പയ്യൻ്റെ അമ്മ, അതായത് പെൺകുട്ടിയുടെ അമ്മാവിയെയും സഹോദരിയുണ്ട്, അനിയത്തിയാണ്,
അവർ കല്യാണം കഴിഞ്ഞെങ്കിലും ഈ സഹോദരൻ്റെ കല്യാണത്തിനനുബന്ധിച്ച് അവിടെ ഉണ്ട്. അവരുടെയൊക്കെ ഈ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന പെട്ടെന്ന് ഇവരുടെ മുടിയിൽ കയറി പിടിച്ചു വലിച്ചടയ്ക്കും അവിടെ ഇട്ട്. ആരെങ്കിലും വന്ന് പിടിച്ചു മാറ്റുന്ന സമയത്തിനിടയ്ക്ക് ഇവരുടെ ജീവൻ പോകും. കാര്യം മുടിയൊക്കെ പിടിച്ചു വലിച്ചാൽ അങ്ങനെയാണ്. അത് പുരുഷന്മാരെയായാലും ശരി തന്നെ അടിച്ചു പിടിക്കുമെന്നാണ് പറയുന്നത്. നെഞ്ചിലെ മുടിയിലൊക്കെ അങ്ങനെ അടിച്ച് പിടിച്ചെടുക്കും. തലമുടി ഭയങ്കര ഉപദ്രവമാണ്. പിന്നെ ഈ മൂർച്ചയുള്ള ആയുധങ്ങൾ എന്ത് കിട്ടിയാലും എടുത്തു വെട്ടും. അങ്ങനെയാണ് ആദ്യത്തതിൽ തന്നെ അവർക്ക് ഈ ഭർത്താവിനും കല്യാണം കഴിച്ച പയ്യനും അയാളുടെ അനിയനും അപകടം പറ്റിയത്. മുറിവൊക്കെ ഉണ്ടായി, ചെറിയ രീതിയിലാണ്. പിന്നെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ എപ്പോഴും അവിടെ ഉണ്ട്. ഇവരെല്ലാം ഇങ്ങനെ. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ 10-15-16 ദിവസത്തിന് മുഴുവൻ ഇവർ പലയിടത്തൊക്കെ പോയി അന്വേഷിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഇവർ ഡോക്ടറെ കാണിച്ചില്ല. കാരണം അവർക്കറിയാം ഇതെന്തോ ഒരു ഉപദ്രവമാണ്. അന്ന് വരെ ഒരു അസുഖങ്ങളോ കാര്യങ്ങളോ മാനസിക വിഷമങ്ങളോ ഒന്നും പെൺകുട്ടിക്ക് ഇല്ല എന്നാണ് പെൺകുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞത്. അതനുസരിച്ച് ഇവർ ക്ഷേത്രങ്ങളിലൊക്കെ പോയി, തൊട്ടടുത്ത ക്ഷേത്രത്തിൽ കൊണ്ടുപോയി. ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ ക്ഷേത്രത്തിനകത്ത് എത്തുന്നതിന് മുമ്പ് പെൺകുട്ടി ഈ കൊണ്ടുപോയ എല്ലാവരെയും വിട്ടുകൊണ്ടവൻ 2-3 സ്ത്രീകൾ ചേർന്നാണ് കൊണ്ടുപോയത്. തൊട്ടുപുറേ ആണുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ക്ഷേത്രത്തിന് ഈ ആണുങ്ങൾ ദൂരം ഒരു കൊച്ചു കടയുണ്ടായിരുന്നു. ആ കടയിൽ അവിടെ മാറി നിന്നു. അവർ ക്ഷേത്രത്തിൽ കയറിയിട്ട് വരാൻ പറഞ്ഞു. പക്ഷെ ക്ഷേത്രത്തിൽ കയറുന്നതിന് മുമ്പ് പെൺകുട്ടി 3 പേരെയും അടിച്ച് തള്ളി തറയിട്ടിട്ട് ഈ സ്ത്രീകളെ തിരിഞ്ഞോടി. അങ്ങനെ ഈ ആണുങ്ങളെല്ലാം കൂടെ ഓടിച്ചിട്ട് പിടിച്ചു. അതിന് ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം. ഉപദ്രവമാണ്, ശാരീരികമായിട്ട് ഉപദ്രവിക്കുക. ആരോടും ഒരു ദാക്ഷിണ്യമില്ല. ഈ വീട്ടിൽ അന്വേഷിച്ച് ആര് വന്നാലും, ചിലപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് അവരുടെ ബന്ധുക്കളൊക്കെ പലരും എത്താറുണ്ടായിരുന്നു. പക്ഷെ ആര് വന്നാലും ഏതെങ്കിലും വിധത്തിൽ ഒരു പണി അവർക്ക് കൊടുക്കും. രക്തം പൊടിഞ്ഞു പോകുന്നവർ ഒരുപാട് പേരുണ്ട്. ചെറിയ ചെറിയ മുറിവുകളാണെങ്കിൽ പോലും ഉണ്ട്. അങ്ങനെ ഇവരങ്ങും വല്ലാത്തൊരു അവസ്ഥയിൽ. അതിന് ശേഷമാണ് 16-നോ 17-നോ ഒക്കെയാണ് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഇവർ പെൺകുട്ടിയെ കൊണ്ടുവന്നില്ല, ഈ ആൾക്കാരെല്ലാം കൂടി എൻ്റെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ രാശി നോക്കുമ്പോൾ തന്നെ നമ്മൾ ഇടപെട്ട നമുക്കും പണി കിട്ടും, ഉറപ്പാണ്. എങ്കിലും പോകാതിരിക്കാൻ പറ്റില്ല. ഞങ്ങളവിടെ പോയി പെൺകുട്ടിയെ കണ്ടു. ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് അങ്ങ് ഞാനൊന്നും പറഞ്ഞു, ഒരു പുലിമടയിൽ നമ്മൾ കയറി പോകുന്നൊരു മാനസികാവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചുറ്റുപാട്. എല്ലാവരെയും വിളിക്കുകയാണ്. ഞങ്ങൾ 3-4 പേരുമായിട്ടാണ് അവിടെ പോയത്. എല്ലാവരെയും വിളിക്കുന്നു, കൊല്ലുമെന്ന് പറയുന്നു, എന്നെ ഒഴിപ്പിച്ചാൽ നിന്നെ ഞാൻ ഭൂമിക്ക് മേലെ വെച്ചേക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അസഭ്യം ചീത്ത വിളിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. സഭ്യമായ ഭാഷയിൽ എന്നെ എങ്ങനെയൊക്കെ വിരട്ടാമോ, എങ്ങനെയൊക്കെ അകറ്റി നിർത്താൻ ശ്രമിക്കാമോ, എങ്ങനെയൊക്കെ വെറുപ്പിക്കാമോ അതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ പിടിച്ചിരിക്കുന്നവർ അത്രയും ശക്തമായി നിൽക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ എന്നെ 2ആയിട്ട് വലിച്ചു കീറി അവിടെ ഇടുമായിരുന്നു. അത്രയേറെ ദേഷ്യം. എന്തായാലും ഇത് അഭിമാനത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയായിപ്പോയി. ഇപ്പം പേടിയുണ്ട്, വിട്ടിട്ട് വരാനും വയ്യ. അങ്ങനെ തൊട്ടടുത്ത ദിവസം തന്നെ ഞങ്ങൾ പൂജ തീരുമാനിക്കുന്നു. ഇത് ഇപ്പം സംഭവം നടക്കുന്ന ഈ പയ്യൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പം എല്ലാവരുടെയും ഒരു വിചാരം എന്ന് വെച്ചാൽ ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഈ പെൺകുട്ടി ഇങ്ങനെ ആയത്. അപ്പം ഈ ഭാഗത്ത് തന്നെ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്തൊക്കെയോ അപമൃത്യുവും ഒക്കെ സംഭവിച്ചിട്ടുള്ള ഭാഗമാണ്. അപ്പം അവിടെ നിന്ന് എന്തോ ഈ പെൺകുട്ടിയിലേക്ക് പിടിച്ചു. അപ്പം ഇവർക്കൊരു മനസ്താപമുണ്ട്, ഒരു വിഷമം. ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടാണല്ലോ ഈ പെൺകുട്ടി ഇങ്ങനെ ആയിപ്പോയത്. അതിനു മുമ്പ് അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന് വീട്ടുകാർ പറയുന്നുണ്ട്. അതൊക്കെ അവർക്കൊരു വിഷമമായതുകൊണ്ട് അവർ എങ്ങനെയെങ്കിലും ഇതിനൊന്ന് ഒതുക്കി തീർക്കണം, സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റിയാൽ മകനൊരു ഭാര്യ സന്തോഷമായിട്ട് ജീവിക്കണം, ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ കൊണ്ടാണ്. അങ്ങനെ അടുത്ത ദിവസം പൂജ തീരുമാനിച്ചു. ഞങ്ങൾ അവിടെ ചെല്ലുന്നു. ഞങ്ങളവിടെ ചെന്ന് പൂജയ്ക്ക് ചെന്നപ്പോഴത്തേക്ക് ഈ പെൺകുട്ടി വലിയ കുഴപ്പമൊന്നുമില്ല. കുളിച്ച് നല്ല സുന്ദരിയായിട്ട് അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ മിണ്ടുന്നില്ല, ചിരിക്കുന്നില്ല, വേറെ സംസാരമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ചെന്നപ്പോഴെല്ലാവരും പറഞ്ഞു ഇന്നിത്തിരി ശാന്തമായിട്ടിരിക്കുകയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം എനിക്കും ഒരു സന്തോഷവും ഒരു അഭിമാനമൊക്കെ തോന്നി. ഞാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇതങ്ങ് സൈലൻ്റ് ആയില്ല. ഭയങ്കര കഴിവ് ഉണ്ട് എന്നൊക്കെ ഞാനും സ്വയം ഒന്നുകൂടി എന്നെ തന്നെ ഞാൻ ഒന്നുകൂടി ഒന്ന് വിലയൊക്കെ ഇരുത്തിയതിന് ശേഷം ഞങ്ങൾ പൂജയ്ക്ക് അന്ന് ഞാൻ കുറച്ച് കൂടുതൽ ആൾക്കാരെ കൂട്ടിയാണ് പോയത്. 4-5 പേരുണ്ടായിരുന്നു. കാര്യം എന്തെങ്കിലും വന്നാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പോയി. അപ്പോൾ എല്ലാവരും കൂടെ അവിടെ കളകിടുന്നു, വിളക്കൊരുക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. തൊട്ടടുത്തൊരു മുറിയിൽ ഞാനിരിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ ചുറ്റിന് ബന്ധുക്കളൊക്കെ എല്ലാവരും വന്നിരുന്ന് സംസാരിക്കുന്നു. ഈ പെൺകുട്ടി വേറെ കുറച്ച് ആൾക്കാരുമായിട്ട് അടുക്കളയിലോ അതിൻ്റെ അടുത്തുള്ള ഏതൊരു ഭാഗത്ത് ഒരു മുറിയിൽ അവരിയ്ക്കുന്നു. വലിയൊരു വീടാണ്, പഴയ കാലത്തൊരു വീട്. അപ്പം ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം കൂടെ ഞാൻ പോയി നോക്കും എന്തായി കളവും. നോക്കുമ്പോൾ കളമെല്ലാം 2 കളം, ഒരു ഹോമകുണ്ടം, ഇതെല്ലാം അങ്ങനെ പോറ്റിമാർ വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിച്ചു. 16 നിലവിളക്കുണ്ട്. ഈ നിലവിളക്കൊക്കെ തുമ്പലെല്ലാം ഇട്ടൊക്കെ വെച്ചു, പട്ടൊക്കെ കെട്ടി ഒരുക്കി ഹാരമെല്ലാം ഇട്ട്. നോക്കുമ്പോൾ തന്നെ നല്ലൊരു അന്തരീക്ഷം, പേടിപ്പിക്കുന്ന അന്തരീക്ഷമല്ല, നല്ല ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമൊക്കെ അവർ എല്ലാവരും കൂടെ ചേർന്ന് ഈ കളമൊക്കെ ഇട്ട് നിലവിളക്ക് വെച്ച് ഉണ്ടാക്കിയെടുത്ത് അവസാനം ഞാൻ നോക്കിയപ്പോൾ എല്ലാം കഴിഞ്ഞു. എന്നിട്ട്
എൻ്റെ കൂട്ടത്തിൽ വരുന്ന പോറ്റിപ്പോൾ ഒരുപാട് പൂ വേണം പൂജിക്കാനായിട്ട്. അപ്പം ഒരു 4-5 ജാതിയിലുള്ള പൂക്കളുണ്ട്. ഇതെല്ലാം ഒരുക്കിയൊക്കെ വെച്ചിട്ട് ഈ പോറ്റിമാരിരുന്ന് ഇങ്ങനെ, ഞാൻ അവസാനം അതിൽ കൂടി വന്ന് നോക്കുമ്പോൾ ഇവരെല്ലാം അവിടെ ഇരുന്ന് ചുറ്റിന് കൂടിയിരുന്ന് അവർ കാപ്പി എന്തോ ഈ തേയിലയോ ഈ കട്ടൻ കാപ്പി എന്തോ കുടിക്കുന്നുണ്ട്. എല്ലാവരും പൂക്കൾ ഇറുത്ത്, കുറേ പൂക്കൾ വേണം, ഒരുപാട് പൂക്കളാണ്, ഇറുത്ത് അങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ഞാൻ വന്നിരുന്നു. അപ്പോഴും വീട്ടുകാർ പറഞ്ഞു ഇതുവരെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, സന്തോഷം, നമുക്ക് ഇന്ന് തന്നെ ഒഴിവാക്കാം, ഇന്നുകൊണ്ട് തീരുമോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഞാൻ അതിനുള്ള മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട്. സാധ്യതകൾ പലതും പറയുന്നുണ്ട്. പലയിടത്തും പോയി ഒഴിപ്പിച്ച കഥകളൊക്കെ, പിന്നെ ഇവർക്ക് ഇതൊന്ന് ആശ്വാസമായപ്പോഴത്തേക്ക് മുമ്പ് പോയി ഒഴിപ്പിച്ചിട്ടുള്ള പല കഥകളും കേൾക്കണം. അങ്ങനെ ഞാനും ഇത്തിരി സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഇവിടെ ഒരു ബഹളവും ഒരു നിലവിളിയും കരച്ചിലും ഒക്കെ കേൾക്കുന്നു. ഞാൻ വന്ന് നോക്കുമ്പോൾ ഞങ്ങളിൽ ഒരു നല്ല സൈസുള്ള ഒരു പോറ്റിയുണ്ട്. പൊക്കമില്ല, പക്ഷെ നല്ല സൈസാണ്, നല്ല. അപ്പോൾ മനസ്സിലാക്കുക വെയിറ്റുള്ള ആളാണ്. ഞാൻ വരുമ്പോൾ കാണുന്നത് ഇയാളുടെ കാലിൽ, 2 കാലിലും കൂടെ ഈ സ്ത്രീ വന്ന് പിടിച്ചിട്ടുണ്ട്. ഇവനിങ്ങനെ മലർന്ന് കിടക്കുകയാണ്, കാലിൽ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചഴക്കുകയാണ്. ഈ ഹാളിൽ ഈ ഒരുക്കി വെച്ചിരിക്കുന്ന വിളക്കിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം ഇങ്ങനെ വലിച്ചഴക്കുന്നു. അപ്പം വിളക്കിലെല്ലാം നിറച്ച് എണ്ണ ഒഴിച്ച് തിരിയൊക്കെ ഇട്ട് കത്തിച്ചില്ല, എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം വലിച്ചഴച്ച് വിളക്കെല്ലാം വീണ് എണ്ണയെല്ലാം കൂടെ വന്ന് മിക്സായി ഈ ഹാരവും പിന്നെ ഈ കള ഇട്ടിരുന്നതിൻ്റെ പൊടി ഇതെല്ലാം കൂടി ഇട്ട് വിളങ്ങ അലറി വിളിച്ചിട്ട് വലിച്ചഴക്കുകയാണ്. ഈ പോറ്റിയാണെങ്കിൽ ജീവൻ പോണ വിളി. മറ്റുള്ള പോറ്റിമാരൊക്കെ അവിടെ നിന്ന് വിളിക്കുന്നു, ഇവിടെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഒന്നും നടക്കും. ഞങ്ങൾ മുറിക്കാത്തിരുന്നവരെല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് ഈ പോറ്റിയുടെ ഊപ്പാട് വരുത്തി. ഈ 41 ചുടുകല്ല് കൊണ്ടാണ് ഈ ഹോമം ഉണ്ടാക്കുന്നത്. ആ ഹോമം കൊണ്ട് വെച്ചാൽ അടിയിൽ ഒരു ലെയർ ചുടുകല്ല് മൊത്തത്തിൽ അടുക്കിയിട്ടാണ് അതിൻ്റെ പുറത്തുനിന്നാണ് ഈ ചുവര്, നമ്മൾ 4 കല്ലിൻ്റെ പൊക്കത്തിന് ചുവരൊക്കെ എടുത്ത് വയ്ക്കുന്നത്. 3-4 കല്ലിൻ്റെ പൊക്കത്ത് ചുവര് വയ്ക്കും. അതിനകത്ത് കുറച്ച് പാറപ്പൊടിയോ മണലോ ഒക്കെ ഇട്ട് വയ്ക്കും. കാര്യം ചൂട് തറയിലേക്ക് പിടിക്കാതിരിക്കുക. അതിനകത്ത് കുറേ തൊണ്ട് ചിരട്ട, പ്ലാവിൻ്റെ വിറക്, പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളെ കൂട്ടി ഇതെല്ലാം റെഡിയാക്കി ചെയ്യും. ഇതിൻ്റെ പുറത്തുകൂടിയൊക്കെയാണ് വലിച്ചിഴക്കുന്നു എന്ന് വെച്ചാൽ ഇതെല്ലാം പൊളിഞ്ഞു. നിമിഷം കൊണ്ടാണ്, എത്ര വേഗത്തിലാണ്. ഒരു JCB വന്ന് തൂക്കിയെടുത്ത് അടിച്ചാൽ പോലും ഇത്രയും വേഗത്തിൽ കിട്ടില്ല. ആ വിധത്തിൽ ഞാൻ വരുമ്പോൾ ഇയാൾ കിടന്ന് മരണപ്രാണപ്പെട്ട് വിളിക്കുന്നു. ഞങ്ങളും എല്ലാം കൂടെ വന്ന് എങ്ങനെയൊക്കെ ഒന്നും ഈ സ്ത്രീയെ അവിടെ പിടിച്ച് കിടത്തി ഇയാളെ രക്ഷപ്പെടുത്തി കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഈ സ്ത്രീയെ പിടിച്ചു അടുത്തൊരു മുറി കൊണ്ടിട്ട് അടച്ചു. ഈ പോറ്റിയെ ശ്രദ്ധിക്കുമ്പോൾ അയാൾക്ക് ബോധമുണ്ട്, പക്ഷെ എണീക്കാൻ പറ്റുന്നില്ല. വല്ലാത്ത അവസ്ഥയായിപ്പോൾ ഇങ്ങനെ. അതായത് നിലവിളക്കും ഈ കളങ്ങളും ഹോമമുണ്ട് എല്ലാം കൂടെ ഡമ്മർ ധൂളിയായി, ഒരു നിവർത്തിയില്ല, ഒരു ആടി തിമിർത്ത ഒരവസ്ഥയിൽ. അകത്ത് ഇത് കണ്ടു നിൽക്കുന്നു. ഇയാളുടെ പുറമൊക്കെ അവിടെ ഇവിടെയൊക്കെ മുറിഞ്ഞും, അത് മൊത്തം എണ്ണയാണ് ശരീരത്തെ മൊത്തം. വല്ലാത്തൊരു സാഹചര്യം. ഇന്നും എനിക്ക് ആ സീൻ എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. വല്ലാത്തൊരു സാഹചര്യത്തിൽ കിടക്കുകയാണ്. അകത്ത് ഇതിൻ്റെ ഈ സീന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ കേൾക്കുന്നത് അകത്ത് അലർച്ചയും വിളിയും, പിന്നെ പോയിട്ട് വെല്ലുവിളി. എന്നെ നീ ആവാഹിക്കുമോ, എന്നെ നീ തറയ്ക്കുമോ, അതിന് നീ ആയോ എന്നും പറഞ്ഞുകൊണ്ട് നിന്റെ പൂർവികരെ കൊണ്ടുവന്നാൽ പോലും എന്നെ ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സീനും ഇതിൻ്റെ പുറകിൽ ഈ സൗണ്ട് എഫക്റ്റ് പോലെ ഈ ശബ്ദവും ഒക്കെ കേൾക്കുമ്പോൾ ശരിക്കും എല്ലാവരും പേടിച്ച് വിറച്ചു. പിന്നീടാണ് ഇയാളുടെ ഈ ഒരു അവസ്ഥ ഞങ്ങളൊക്കെ ചിന്തിക്കുന്നത്. പെട്ടെന്ന് എടുത്ത് ഇരുത്തി ഞങ്ങൾക്ക് ഉടുക്കാൻ വേണ്ടി വെച്ചിരുന്ന മുണ്ട് അതെല്ലാം എടുത്ത് ഇങ്ങനെ മൊത്തം തുടച്ച് വൃത്തിയാക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ മുറിവ്, രക്തം പൊടിഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് തന്നെ പൂജ നടക്കില്ല. ഇയാളെ പെട്ടെന്ന് ഞങ്ങളെല്ലാവരും കൂടെ തന്നെ എടുത്ത് ഞങ്ങൾ യാത്ര പറഞ്ഞിറങ്ങിയപ്പോഴത്തേക്ക് ഇയാൾ, അപ്പോൾ അവർ പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കയറ്റി. ഇത് നടക്കാനൊന്നും വയ്യ. പിന്നെ പോറ്റിമാർ തന്നെ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ മുക്കി കൊണ്ടുവന്ന് തുടച്ച്, സോപ്പ് പതയം കിട്ടിയിട്ട് തുടച്ച്, എണ്ണയെല്ലാം കൂടെ തുടച്ച് വൃത്തിയാക്കി എടുത്ത് ഡ്രസ്സുമൊക്കെ ധരിപ്പിച്ച് അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കയറി. ഇയാളുടെ മുറിവൊക്കെ ഒരുവിധമൊക്കെ അവർ ഒക്കെ വെച്ചൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നു. അപ്പോൾ വേറൊന്ന് തോന്നിയത്, എൻ്റെ കൂട്ടത്തിൽ അന്ന് വേറൊരു പോറ്റിയുണ്ട്, ഗിരീശൻ പോറ്റി എന്ന് പറയും. അയാൾക്ക് അന്ന് തന്നെ 65 വയസ്സ് പ്രായമുണ്ട്. വളരെ ആരോഗ്യം ക്ഷയിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ കാലിലാറ്റമാണ് ഈ സ്ത്രീ പിടിച്ചു വലിച്ചിരുന്നെങ്കിൽ ഞാൻ പെട്ടെന്ന് അങ്ങനെ ചിന്തിച്ചു പോയി. ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി, അദ്ദേഹം ആകെപ്പാടെ വരണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ വീട്ടിൽ കൊണ്ടാക്കി. അടുത്ത ദിവസം വീട്ടുകാർ വീണ്ടും എന്നെ തേടിയെത്തി. ഞാൻ പിന്നെ അങ്ങോട്ട് പോയില്ല, പക്ഷെ അവരെന്നെ തേടി എത്തി, വിടില്ല എന്നെ. അങ്ങനെ വന്നു.
അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും നമുക്കിത് മാറ്റിയെടുക്കാം, പക്ഷേ കുറച്ച് സമയമെടുക്കും. ഞാനൊരു സാധനം തരാം, അത് ഈ പെൺകുട്ടി കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിൽ തലവരുന്ന ഭാഗത്ത് ഇത് കൊണ്ടുവയ്ക്കണം, ഒരു 11 ദിവസം അവിടെ ഇരിക്കട്ടെ, അതിനുശേഷം ഇത് കൊണ്ടുപോകാം, ഇത് വെച്ചിട്ട് നമുക്ക് കർമ്മം ചെയ്യാം. കാരണം പെൺകുട്ടി ഇരുത്തി ചെയ്യാൻ പറ്റില്ല. ഇനി അതിന് ശ്രമിച്ചാൽ ഇനി ഈ കടന്ന് ഈ വിളക്കിനിടയിൽ കൂടെ മറ്റൊരു പോറ്റി അഴഞ്ഞെടുത്ത് ചിലപ്പോൾ എന്നെ ആയിരിക്കും ഈ പെൺകുട്ടി വലിച്ചഴയ്ക്കുന്നത്. അത് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് വിചാരിച്ചിട്ട് ഞാനിത് അപ്പോഴേ തന്നെ ജപിച്ച് ഈ സാധനം കൈ കൊടുത്തു. അതൊരു പ്രതിമയാണ്, ഒരു രൂപം. അതിനെ കൊണ്ടുപോയി അവർ ഈ സെലട്ടോപ്പ് എന്തൊക്കെ വെച്ചിട്ട് അതിൻ്റെ അടിയിൽ ഒട്ടിച്ചു വെച്ചു. സാധാരണ തലയണയുടെ അടിയിലാണ് വെക്കുന്നത്, അങ്ങനെ വെക്കാൻ പറ്റില്ല. ഈ പെൺകുട്ടി കണ്ടുപിടിച്ചവന് അതിലും ദോഷം. അതുകൊണ്ട് കട്ടിലിൻ്റെ അടിയിൽ ഇവർ അത് ഒട്ടിച്ചൊക്കെ വെച്ചു തല വരുന്ന ഭാഗത്ത്. 11 ദിവസം കഴിഞ്ഞു, ഇതെടുത്തു കൊണ്ടുവന്നു. പക്ഷേ ഈ 11 ദിവസവും ഈ പെൺകുട്ടി പഴയതിനേക്കാൾ ഏറെ വയലൻ്റ് ആയിരുന്നു. ഇത് ഇരുന്ന് അത്രയും സമയം 11-ൻ്റെ അന്ന് അവർ എൻ്റെ അടുത്ത് ആൾ വന്നു. ഞാൻ രാവിലെ എത്തി, എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അവർ പോയി ഉച്ചയ്ക്ക് മുമ്പ് എടുത്തു കൊണ്ടുവന്നു. പക്ഷെ ഇത് എടുത്ത് കൊണ്ടുവന്ന് അടുത്ത ദിവസം അവർ വിളിച്ചു പറഞ്ഞു. അത് എടുത്തു കൊണ്ടുവന്നതിന് ശേഷം പെൺകുട്ടി ഒരുപാട് ശാന്തയായി. അതായത് ഇതുകൊണ്ട് ഈ പ്രതിമ കൊണ്ട് വെച്ച സമയത്തിന് ഉണ്ടായിരുന്നതിനേക്കാളേറെ ബഹളം കൂടി, വയലൻ്റായി. പക്ഷെ അവർ ഒരുപാട് ശ്രദ്ധിച്ചു, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു. പക്ഷെ ഇത് എടുത്തു കൊണ്ടുവന്നപ്പോഴത്തേക്ക് പെൺകുട്ടി ഒരുപാട് ശാന്തരൂപത്തിലേക്ക് പോയി. ഉണ്ട് എങ്കിലും വലിയ പ്രശ്നമില്ല. ആരോഗ്യം നഷ്ടപ്പെട്ടതുപോലെ, എന്തോ അസുഖം കഴിഞ്ഞ് അവർ പറഞ്ഞ പനി പിടിച്ച് എണീറ്റതുപോലെയായി. അങ്ങ് ശരീരമൊക്കെ അങ്ങ് ശോഷിച്ചു, വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. കുളിക്കൊന്നുമില്ല. പിന്നെ അങ്ങനത്തെ അവസ്ഥയിലേക്ക് വന്നു. വീണ്ടും ഒരു 11 ദിവസം ഇതിനെ ഇവിടെ ഞാൻ വെച്ചിട്ട് ബാക്കി കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് പിന്നെ അവിടെ പോയി ഇതിനെ ഞങ്ങൾ ഒഴിവാക്കിയത്. പൂജ ചെയ്തു. പിന്നീടുള്ള പൂജയിൽ ആ പെൺകുട്ടി ഇരുന്നു എന്ന് വെച്ചാൽ അവിടെ ആരോഗ്യം മൊത്തം നഷ്ടപ്പെട്ടു. ആ പെൺകുട്ടിയുടെ ആരോഗ്യം നഷ്ടപ്പെട്ടെങ്കിലും പെട്ടെന്ന് പറഞ്ഞാൽ ആ ശരീരത്തിൽ നിന്ന ആ ഒരു പ്രേതം ഉണ്ടല്ലോ, അതിൻ്റെ ശക്തി ക്ഷയിപ്പിക്കുന്ന കർമ്മമാണ് ചെയ്തത്. അത് ക്ഷയിക്കുന്നതോടുകൂടി ഈ പെൺകുട്ടിയുടെ ആരോഗ്യം കുറേയേറെ ക്ഷയിച്ചു പോയി. അപ്പോൾ ഒന്നും പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ കൊണ്ടിരുത്തി അത് പൂജയൊക്കെ ചെയ്തു, ഒഴിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് വീണ്ടും ഇത് ശരീരത്ത് വന്നിട്ട് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്നു. അവരോട് ചോദിച്ചു, ഞാൻ ആരാണെന്ന് അറിയാമോ? അപ്പോൾ അതുവരെ ഇത് ആരാണെന്ന് അറിയാനോ ഒന്നും ഞങ്ങൾ ശ്രമിച്ചില്ല. കാര്യം ഒരു നാഴികയ്ക്ക് മുമ്പ് എങ്ങനെയെങ്കിലും ഇതിനെ ആവാഹിച്ച് മാറ്റിയാൽ മതി, ആ ഒരു ചിന്തയായിരുന്നു. അപ്പം എല്ലാവർക്കും ഒരു ധാരണ ഇത് ഈ ഭാഗത്ത് ഈ പയ്യന്റെ വീട്ടിൽ നിന്നും മരിച്ചുപോയ ആരുടെയോ ആത്മാവാണ്, പ്രേതാത്മാവാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരും പറഞ്ഞു ഇത് ആരോ ആണ്, ഞങ്ങളുടെ അപ്പൂപ്പൻ്റെ മാമ്മമാരോ ആരോ ആണ്, എന്തായാലും അതൊന്നും നമുക്കറിയണ്ട, എങ്ങനെയെങ്കിലും ഒഴിവാക്കി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ഞാനും അത് ആത്മാവാണെന്നോ പ്രേതമാണെന്നോ മനസ്സിലായി. അത് എന്താണെന്നോ ഒന്ന് കണ്ടുപിടിക്കാൻ ഞാനും തയ്യാറായില്ല. കാര്യം ഇത് മുട്ടം പണിയാണ്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ മതി എന്നുള്ളൊരു ധാരണയുടെ പുറത്താണ് ഞാനും നിന്നത്. അപ്പോഴത്തേക്കാണ് ഇത് ശരീരത്തിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഒഴിഞ്ഞു പോയിക്കൊള്ളാം, പക്ഷേ ഞാൻ ആരാണെന്ന് അറിയാമോ എന്ന് ഈ പെൺകുട്ടിയുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ മുഖത്തോ അവരെൻ്റെ അടുത്തടുത്ത് ഇരിക്കുന്ന മുഖത്ത് നോക്കിക്കൊണ്ട് ചോദിച്ചു. അവർ പെട്ടെന്ന് എൻ്റെ മുഖത്ത് നോക്കി. ഇത് അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും ഒരു പിടികിട്ടുന്നുണ്ടോ, എന്തെങ്കിലും മനസ്സിലായി? ഇല്ല. കൊണ്ട് ഒരു പുരുഷൻ്റെ പേര് പറഞ്ഞു. പുരുഷൻ്റെ പേര് പറഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് അവർക്കൊരു മനസ്സിലായതുപോലെ, പക്ഷെ എന്നാൽ അതാണോ ഇത് എന്നുള്ളൊരു സംശയമൊക്കെ ഒരു ഭാവമൊക്കെ അവരുടെ മുഖത്ത് വന്നു. അപ്പോൾ പിന്നെ ഇത് തന്നെ അങ്ങ് പറഞ്ഞു തുടങ്ങി. അതായത് ഇത് ഞാൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയാണിത്, ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ സംഭവങ്ങളെല്ലാം ഇത് പറഞ്ഞു. ഇപ്പോൾ കല്യാണം കഴിച്ചു വന്നതുകൊണ്ടാണ് മറ്റൊരു ആളുമായിട്ട് ഇവിടെ ജീവിക്കുന്നത് ഞാൻ അനുവദിക്കില്ല, ഇവളെ കൊണ്ടുപോകാനാണ്, ഇവളെ ജീവനെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. ഇന്ന് വരെയും ഞാൻ അവളെ ഉപദ്രവിച്ചിട്ടില്ല. അവളൊരു മറ്റൊരു വിവാഹത്തിന് തയ്യാറായത് കൊണ്ടാണ്, വിവാഹം കഴിച്ചത് കൊണ്ടാണ് ഞാൻ ഉപദ്രവിക്കാൻ തയ്യാറായതെന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനുവേണ്ടി എന്നെ ഒഴിപ്പിച്ചു. അതിന് വേണ്ടുന്ന കർമ്മങ്ങളെ കൊടുത്ത് അതിനെ മാറ്റി വിട്ടു. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടിക്ക് 22 വയസ്സുള്ളപ്പം ഈ പെൺകുട്ടി വീടിൻ്റെ തൊട്ടടുത്തൊരു പയ്യനുണ്ടായിരുന്നു. അകന്ന ബന്ധുവോ അതാ കൂടുതൽ ആത്മബന്ധമുള്ളവരെന്തോ ആണ്. ആ പയ്യനുമായിട്ട് ഇവർ തമ്മിൽ 3 വയസ്സിൻ്റെ 4 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. പെൺകുട്ടി പയ്യനായിട്ട് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ അത് വീട്ടുകാർക്കെല്ലാം അറിയാം, അവരെല്ലാവരും അത് അംഗീകരിച്ചു. അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കാര്യം, നല്ല സ്വഭാവമുള്ള പയ്യൻ. പെൺകുട്ടി അങ്ങനെയായിരുന്നു. അങ്ങനെ 22 വയസ്സായപ്പോഴത്തേക്ക് പയ്യന് 25 26 വയസ്സെന്തോ ആയി. അപ്പോഴത്തേക്ക് അവന് ഈ ജോലിക്കുള്ള സാധ്യതകളൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ പയ്യൻ്റെ വീട്ടുകാർ തന്നെ മുൻകൈ എടുത്തിട്ട് കല്യാണത്തിനൊക്കെ തീരുമാനമെടുത്തു. എല്ലാവരും കൂടെ ഒക്കെ സമ്മതിച്ചു. കല്യാണം നിശ്ചയമൊക്കെ എന്തോ കഴിഞ്ഞു എന്ന് തോന്നുന്നു.
ഉറപ്പിച്ചു. അപ്പോഴത്തേക്ക് പയ്യൻ പറഞ്ഞു, കല്യാണം ഡേറ്റ് തീരുമാനിക്കാൻ വരട്ടെ, എനിക്ക് ജോലിക്കുള്ളതൊക്കെ ആയി, അതിൻ്റെ മെമ്മോ എല്ലാം വരട്ടെ, എനിക്ക് ജോലി കിട്ടിയതിന് ശേഷം എനിക്ക് വിവാഹം മതി, എത്ര നാളായാലും. അപ്പം വീട്ടുകാരെ സംബന്ധിച്ചു കഴിഞ്ഞാൽ ഉടനെ കിട്ടും, എല്ലാം ആയിരിക്കുകയാണ്, റാങ്ക് ലിസ്റ്റിൻ്റെ പേര് വന്നു, ഗവൺമെൻറ് ജോലിക്കുള്ളതാണ്, എല്ലാം ആയി കഴിഞ്ഞപ്പം അതൊന്ന് തീരുമാനിച്ചു. ഇതിനിടയ്ക്ക് ഈ പയ്യനൊരു അപകടം പറ്റുന്നു. ഇവൻ സ്കൂട്ടറിൽ പോകുന്ന വഴിക്ക് ഒരു അപകടം ഉണ്ടായി. റോഡിൽ വെച്ച് തന്നെ ഇവൻ മരണപ്പെട്ടു പോകുന്നു. റോഡ് ആക്സിഡൻ്റ് ആയിരുന്നു, അവിടെ വെച്ച് മരിച്ചുപോയി. അന്ന് ഈ പെൺകുട്ടിക്ക് 22 വയസ്സ് പ്രായം. അതിനുശേഷം ഏകദേശം 10-13 വർഷത്തോളമായി ഇപ്പോൾ ഈ പെൺകുട്ടി കല്യാണമേ കഴിക്കാൻ തയ്യാറായില്ല. വേറെ ഒരുപാട് കല്യാണ ആലോചനകൾ വന്നു, എന്നിട്ടും ഈ പെൺകുട്ടി തയ്യാറായില്ല. ഈ പയ്യൻ്റെ ഓർമ്മകളായിട്ട് തന്നെ അവൾ ജീവിച്ചു. അവൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഈ പയ്യൻ്റെ ഈ ആത്മാവിൻ്റെ ഉപദ്രവങ്ങളോ ഒന്നുമില്ല. അവൾ സാധാരണ ഒരു സ്ത്രീയെ പോലെ ജീവിച്ചു. അവൾക്കൊരു ഒരു പുരുഷനെ അവളെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ അവൾക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് വിവാഹം വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ പുറത്ത് അവർ വിവാഹം കഴിപ്പിച്ചതുമില്ല. പക്ഷെ പിന്നെ കാലം അങ്ങോട്ട് കഴിയുന്തോറും ഈ അച്ഛനും അമ്മയ്ക്ക് പ്രായമേറി വരുന്നു. 10-13 വർഷമായി ഈ സംഭവത്തിന് ശേഷം. ഇപ്പം 35 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിക്ക്. അപ്പോഴത്തേക്ക് അച്ഛനും അമ്മയ്ക്കും തന്നെ തോന്നി, ഇനി ഇങ്ങനെ നിർത്തിയാൽ പറ്റില്ല, ഞങ്ങളുടെ കാലം കഴിയാറായി, മകൾക്കാരുമില്ല, മറ്റുള്ളവരെല്ലാം കല്യാണം കഴിഞ്ഞ് അവരവരുടെ ജീവിതം നോക്കുന്നു, അതുകൊണ്ട് ഒരു വിവാഹത്തിന് തയ്യാറാകണമെന്ന് പലരുടെയും നിർബന്ധങ്ങളും കാര്യങ്ങളും പറഞ്ഞിട്ടാണ് പെൺകുട്ടി അവസാനം ഈ 35-ാമത്തെ വയസ്സിന് ശേഷം ഒരു വിവാഹത്തിന് തയ്യാറായത്. അപ്പോഴത്തേക്കാണ് ഈ പുള്ളിക്കാരനെ ഇവർക്ക് കിട്ടുന്നത്. വിവാഹം അയാളും ഇങ്ങനെ ഒരുപാട് വിവാഹാലോചന വന്നിട്ട് നടക്കാതെ വരുമായിരുന്നു. പക്ഷെ അന്നുവരെയും ഈ പയ്യൻ്റെ ആത്മാവ്, ഈ ദുർമരണപ്പെട്ടു പോയ പയ്യൻ്റെ ആത്മാവ് പെൺകുട്ടി ഒരു വിധത്തിൽ സ്വപ്നത്തിൽ പോലും വരികയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ കല്യാണത്തിൻ്റെ ആ നിമിഷം മുതൽ ഈ ആത്മാവ് ശരീരത്തിൽ കൂടിയതാണെന്നും അതിനുശേഷം ഇവളുടെ ജീവനെ കൊണ്ടുപോകണമെന്നും ഞാൻ ആഗ്രഹിച്ചു, കൊണ്ടുപോകാൻ തയ്യാറായി തന്നെയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അതാണ് ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ പ്രേതമില്ല എന്നൊക്കെ പലരും പറയും. അത് ഒഴിവായി കേട്ടോ, ഒഴിവായി. പിന്നെ അവർ സന്തോഷമായിട്ട് പിന്നെ ജീവിക്കുകയും ചെയ്തു. പെൺകുട്ടിക്ക് പിന്നീട് ബുദ്ധിമുട്ടൊന്നും പിന്നെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പോൾ പ്രേതമില്ല എന്ന് പലരും പറയും. പക്ഷേ ഇങ്ങനെയുള്ള ചില അനുഭവങ്ങൾ ഇത് കേൾക്കുമ്പോൾ, ഇതറിയുമ്പോൾ നമുക്കത് വിശ്വസിച്ചേ പറ്റൂ. കാരണം ആ വീട്ടിൽ വിദ്യാഭ്യാസമുള്ളതും നല്ല ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഉള്ള വീടാണ്. അവരെല്ലാവരും കൂടി സഹകരിച്ചിട്ടാണ് എനിക്കിതിനെ പൂർണ്ണമായിട്ട് ഇതിനെ ഒഴിവാക്കാൻ സാധിച്ചത്. ഈ പെൺകുട്ടി കാണിച്ചിട്ട അക്രമങ്ങളെല്ലാം അവർ കണ്ടതാണ്. അതിനു മുമ്പുള്ള ഈ പെൺകുട്ടിയുടെ ക്യാരക്ടറും അവർക്ക് നന്നായി അറിയാമായിരുന്നു. പെട്ടെന്ന് വന്ന ഈ ഒരു ഭാവവും മറ്റും കാര്യങ്ങളൊക്കെ അവസാനം ഈ ശരീരത്തിൽ വന്ന് തന്നെ ആ നിന്ന ആത്മാവ് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ശരിക്കും അവർക്കത് എന്താണ് സത്യമെന്ന് മനസ്സിലായി. അത് ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് അത് ഒഴിവാക്കിയപ്പോൾ അത് ഒഴിവായിപ്പോയി. പിന്നീട് പെൺകുട്ടി സന്തോഷമായിട്ട് ജീവിച്ചതൊക്കെ കണ്ടപ്പോൾ ഇതുണ്ട് എന്ന് അവരും വിശ്വസിക്കുന്നു. നമുക്കെല്ലാം വിശ്വസിച്ചേ പറ്റൂ. ഇല്ല എന്ന് പറയുന്നവർ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരെ വിശ്വസിപ്പിക്കാൻ നമ്മളൊന്നും ആളല്ല. അപ്പോൾ ഈ പ്രേതത്തിനെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. യുക്തിപൂർവം അതിനെ നേരിടുക. അല്ലെങ്കിൽ ഇങ്ങനൊരു അവസ്ഥ ചിലതൊക്കെ ഇങ്ങനെ വളരെ പെട്ടെന്നാണ് വരുന്നത്. മറ്റു ചിലത് ഒട്ടുമിക്കതും ഇങ്ങനെയല്ല. നമ്മുടെ ശരീരത്തിലേക്ക് വന്നിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാക്കാം. നമുക്ക് അറിയാൻ പറ്റും വരുന്ന ചില ബുദ്ധിമുട്ടുകൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട്, കാഴ്ചയ്ക്ക് പോലും വരുന്ന ചില വ്യത്യാസങ്ങൾ, ഇതൊക്കെ കാണാം. അപ്പം അങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്താൽ ഇത് പൂർണ്ണമായും നമ്മളിലേക്ക് വരില്ല. ഇങ്ങനെ വന്ന് ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ കൊണ്ടാണ് ഇത് പൂർണ്ണമായും നമ്മൾ കീഴടക്കുന്നത്. ചില കേസുകൾ അങ്ങനെയല്ല, നിമിഷം കൊണ്ടും നമ്മളിലേക്ക് ഇത് വരാറുണ്ട്. അപ്പം പ്രേതാനുഭവങ്ങൾ എന്ന് പറയുന്നത് എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ പോലും ആർക്കും വന്നാൽ അത് ബുദ്ധിമുട്ട് ഒരുപാട് ഉണ്ടാക്കുന്നതാണ്. അത്ര നല്ല അനുഭവങ്ങളല്ല ഇതുകൊണ്ടുണ്ടാകുന്നത്. നമുക്ക് മനോധൈര്യമുണ്ടെങ്കിൽ ഇതിനെയൊക്കെ നമുക്ക് സ്വയം നേരിട്ട് തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ ഇതുപോലുള്ള എന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങളോ ഉണ്ട്, അത് ഞാൻ അവിടെ വന്ന് കണ്ടുപിടിച്ച് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത്. അതിന് ഏത് ജില്ലയിലാണെങ്കിൽ മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിൽ സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അത് പൂർണ്ണമായും പരിഹരിച്ച് തരികയും ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. എന്നെ കാണാൻ ഒരുപാട് പേര് നേരിട്ട് വരുന്നുണ്ട്. വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനുള്ളത്. അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് രാവിലെ 10 മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കും
നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.